ആണെങ്കിൽ ഗാർഡൻ സെറ്റ് 6 പ്രസ് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ ഗ്രൂപ്പ് ചെയ്യുക, എഡിറ്റ് ഗ്രൂപ്പ്, പിന്നെ ഈ പ്രസ് ചെയ്തിട്ടൊരു 1 സെൻറ്റി, F പ്രസ് ചെയ്തിട്ട് ഒരു 4 സെൻറ്റി, അതിന് പിക്കറ്റ് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കണം. പി പ്രസ് ചെയ്തിട്ട് ഒരു 4 സെൻറ്റി എൻ്റെ ഓക്കെ. അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്കാണെങ്കിൽ ഒരു ഗാർഡനായിട്ട് തോന്നാം. ഓക്കെ, ശേഷം ജസ്റ്റ് ഗ്രൂപ്പ് ചെയ്യുക, ഈ ലൈന് സെലക്ട് ചെയ്ത് ജസ്റ്റ് മൂവ് ചെയ്ത് കൺട്രോൾ ചെയ്യുക, പുഷ് ചെയ്യുക ജസ്റ്റ് 1 സെൻറ്റി എൻ്റെ F പ്രസ് ചെയ്തിട്ട് 4 സെൻറ്റി എൻ്റെ ഈ ലൈന് ജസ്റ്റ് മൂവ് ചെയ്യുക, ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ലൈന് ജസ്റ്റ് മൂവ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് പി പ്രസ് ചെയ്തിട്ട് അങ്ങനെ സെറ്റ് പ്ലേസ് ചെയ്തിട്ട് മോഡൽ പി പ്രസ് ചെയ്തിട്ട് കറക്റ്റ് ഈ റൈറ്റ് തന്നെ കൊടുക്കും. 4 സെൻറ്റ്. ഇനി നമുക്ക് സീലിംഗ് ആൻഡ് വാൾ ലൈറ്റ് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം സീലിംഗ് ആഡ് ചെയ്യാം. ഓക്കെ, സർക്കിൾ സി പ്രസ് ചെയ്യുക, ഒരു 2.5. ഓക്കെ, ഗ്രൂപ്പ് ചെയ്യുക, തീരെ സൈസ് കുറഞ്ഞു പോയി. F പ്രസ് ചെയ്തിട്ടൊരു 3 സെൻറ്റി കൂടെ ആഡ് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഡീസെലക്ട് ഡിലീറ്റ്, പി പ്രസ് ചെയ്തിട്ട് ഒരു 2 സെൻറ്റി, F പ്രസ് ചെയ്യുക 1 സെൻറ്റി എൻ്റർ, പി പ്രസ് ചെയ്തിട്ട് അകത്തോട്ടൊരു 0.5. ഓക്കെ, ഗ്രൂപ്പ് ചെയ്യുക. ശേഷം മേക്ക് കമ്പോണൻ്റ് ക്രിയേറ്റ്, ജസ്റ്റ് ഈ ഒരു ഇങ്ങോട്ട് മൂവ് ചെയ്യുക. ശേഷം കൺട്രോള് M പ്രസ് ചെയ്ത് കൺട്രോള് ഇവിടെ ക്ലിക്ക് ചെയ്യുക, /3 സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക, ദെൻ സെയിം സെലക്ട് ചെയ്യുക, M പ്രസ് ചെയ്യുക, കൺട്രോൾ പ്രസ് /2 എൻ്റർ. ഓക്കെ, ദെൻ M പ്രസ് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്യുക, കോപ്പി, M പ്രസ് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്യുക, കോപ്പി, കോപ്പി ചെയ്യുക. ഓക്കെ, കൺട്രോൾ X, എഡിറ്റ് പേസ്റ്റ് ഇൻ പ്ലേസ്. സോ കമ്പോണൻ്റ് ആയിടത്തൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, ശേഷം M പ്രസ് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്യുക, കോപ്പി, വീണ്ടും കോപ്പി ചെയ്യുക. ഓക്കെ, എനിക്ക് M പ്രസ് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്യുക, കോപ്പി, X, കൺട്രോൾ X, എഡിറ്റ് കമ്പോണൻ്റ് പേസ്റ്റ് ഇൻ പ്ലേസ്. സോ അതും കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, കിച്ചണിൻ്റെ വിൻഡോ ചെയ്തില്ല, ഒന്ന് ചെയ്യുക, 6 പ്രസ് ചെയ്യുക, ജസ്റ്റ് റെക്റ്റാങ്കിൾ വരയ്ക്കുക, ഗ്രൂപ്പ് ചെയ്യുക, ദെൻ ഈ ലൈന് പിക്ക് ചെയ്യുക, M പ്രസ് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്യുക, /3 എൻ്റർ, കൺട്രോൾ A, എക്സ്റ്റൻഷനിൽ ലാറ്റിസ് മേക്കർ 5. ഓക്കെ, സ്നോണ്, ദെൻ ഓക്കെ. ശേഷം 6 പ്രസ് ചെയ്ത് റെക്റ്റാങ്കിൾ വരയ്ക്കുക, ദെൻ ഗ്രൂപ്പ്. ഓക്കെ, ഈ ലൈന് പിക്ക് ചെയ്യുക, M പ്രസ് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്യുക, കോപ്പി, ദെൻ /12
then control A, essentially lattice maker, then 1, okay, then grill created, then just move inside like just the size just scale here. വരയ്ക്കുമ്പോൾ കറക്റ്റ് വരയ്ക്കുക. ഓക്കെ, then M പ്രസ് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്യുക, കോപ്പി, by 2 into 2. ഓക്കെ, then റെക്റ്റാങ്കിൾ 6 പ്രസ് ചെയ്യുക, ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുക, then കൺട്രോൾ ഗ്രൂപ്പ് ചെയ്യുക, കൺട്രോൾ A, F പ്രസ് ചെയ്ത് use and outside, then shift press ചെയ്ത് deselect, F press ചെയ്യുക, 5 enter, then ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുക, control C, then delete ചെയ്യുക, P press ചെയ്തിട്ട് ഔട്ട്സൈഡിലേക്ക് വലിക്കുക, 2.5, then enter, edit, then ഗ്രൂപ്പ് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്ത് control G, edit, paste in place, then ഗ്രൂപ്പ് ചെയ്യുക, പുഷ് ചെയ്യുക 1 cm. ഓക്കെ, സെയിം, then മേക്ക് കമ്പോണൻറ്റ് ക്രിയേറ്റ്, then M പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് then ഇൻറ്റു 2 കോപ്പി ചെയ്ത് ഇട്ടു. ഓക്കെ, ഇപ്പോൾ വിൻഡോ ആയിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുക, സെയിം ഡിസ്റ്റൻസ് മൂവ് ചെയ്യുക, M പ്രസ് ചെയ്യുക, ജസ്റ്റ് മൂവ് സെയിം ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ കിച്ചൻ്റെ വിൻഡോ ആയിട്ട് ഇനി നമുക്ക് മെറ്റീരിയൽ അപ്ലൈ ചെയ്യാം. മെറ്റീരിയൽ അപ്ലൈ ചെയ്യാൻ ഈസിയാണ്, ഒരു കളറ് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ലാൻഡ്സ്കേപ്പ് ജസ്റ്റ് കളർ നെയിം ഫസ്റ്റ് കളറ് നൽകാം. ഓക്കെ, ശേഷം ഫ്ലോറ് ഈ ഒരു കളർ നൽകാം, ശേഷം വോളിൻ്റെ കളറ് ഈ ഒരു കളർ കൊടുക്കാം. ഓക്കെ, വോള് ഡബിൾ ക്ലിക്ക് ചെയ്യുക, മാച്ച് ചെയ്തു, പാരപ്പറ്റ് ഓൾസോ മാച്ച് ചെയ്തു, ഫൗണ്ടേഷൻ ബ്രഷ് ബി പ്രസ് ചെയ്താൽ മതി, കളർ കൊടുക്കുക, ശേഷം ഓക്കെ ഈ ഒരു വാള് അത് വെക്കണം, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ചെയ്ത് ശേഷം അതുപോലെ ഷോ വാള് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ബി ബ്രഷാണ് കേട്ടോ, വെച്ച് അതേപോലെ ഉണ്ട്, ടൂളുണ്ട്, ബ്രഷ് ടൂളുണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, മാച്ച് ചെയ്യുക, സ്ലാബ് ഓൾസോ മാച്ച് ചെയ്യുക, സ്ലാബ് മാച്ച് ചെയ്യുക. സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്, ശേഷം അതൊക്കെ ഈ ഷോൾ നമുക്ക് ഒരു കളർ എടുക്കാം. ഓക്കെ, മറ്റൊരു കളർ എടുക്കുക, വേറെ കളർ എടുക്കുക, ഷോവാള് ഈ ഒരു സ്ലാബായിട്ട് ജസ്റ്റ് ഈ ഒരു ഫേസ് ഇൻ്റർസെക്റ്റ് ഫേസ് വിത്ത് മോഡൽ ജസ്റ്റ് ആ കളറാണ്. ഓക്കെ, അതുപോലെ ഈ സ്ലാബിൻ്റെ അടിച്ച് സെയിം കളർ. ഓക്കെ, ദെൻ സൺഷെയ്ഡ് സെയിം വോളിൻ്റെ കളർ തന്നെ കൊടുക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, മാച്ച് ചെയ്യുക, അതുപോലെ തന്നെ
ചെയ്യാം. ഓക്കെ സ്ലാബ് ചെയ്യാം. പാരപ്പറ്റ് ഓക്കെ